രൺവീർ സിംഗിന്റെ എക്കാലത്തെയും വമ്പൻ സിനിമകളിൽ ഒന്നാവാൻ പോവുകയാണ് രൺവീർ സിംഗിന്റെ ദുരന്തർ ദ റിവെഞ്ച് എന്ന സിനിമ. എന്തായാലും രണ്ടാം ഭാഗം വലിയൊരു കളക്ഷനിലോട്ട് തന്നെയാണ് പോകുന്നത് വേൾഡ് വൈഡ്. പടത്തിന്റെ 9 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. അതിനു മുമ്പ് ഇല്ലാതെ ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ യൂട്യൂബ് ചാനൽ. പടത്തിന്റെ കേരള ബോക്സ് ഓഫീസിനെ പരിശോധിക്കാം. എട്ടാം ദിവസം കേരളത്തിലെ സിനിമയ്ക്ക് 12,89,00,000 ടോട്ടൽ 8 ദിവസം കൊണ്ട് കേരളത്തിലെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. 9-ാം ദിവസം വെള്ളിയാഴ്ചയാണ്. 61,00,000 സിനിമ വെള്ളിയാഴ്ച നേടിയെടുത്തത്. അങ്ങനെ ടോട്ടൽ 9 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 13,50,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ സിനിമയ്ക്ക് നിലവിൽ 9 ദിവസം കൊണ്ട് കേരളത്തിലെ ഗ്രോസ് കളക്ഷൻ ആയിട്ട് 13,50,00,000. 9-ാം ദിവസം സിനിമയുടെ കേരളത്തിലെ നെറ്റ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 11,18,00,000. എന്തായാലും സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ ഇതുവരെയായിട്ട് 6,10,00,000 കാണാൻ സാധിക്കുന്നത്. എന്തായാലും ദുരന്തർ സിനിമയുടെ ആദ്യ ഭാഗം നിലവിൽ 9 ദിവസം കൊണ്ടൊക്കെ കേരളത്തിൽ 2,22,00,000 അന്ന് നേടിയെടുത്തത്. എന്തായാലും ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിംഗ് ഹിന്ദി സിനിമകളിൽ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ രാജാവ് ഇനി വേറെ ആരുമല്ല, ദുരന്തർ ദ റിവെഞ്ച് എന്ന സിനിമയിലൂടെ നമ്മുടെ രൺവീർ സിംഗ് തന്നെയാണ്. നമ്മുടെ ജവാൻ, അതുപോലെ തന്നെ പത്താന്, ഡെങ്കല്, ദുരന്തറിന്റെ ആദ്യ ഭാഗം, ആനിമല് എന്നീ സിനിമകളുടെയും കേരളത്തിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് കളക്ഷൻ തകർത്തുകൊണ്ട് നമ്മുടെ ദുരന്തർ സിനിമയാണ് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ തന്നെ, അതും ബോളിവുഡ് ഹിന്ദി സിനിമ ഏറ്റവും ഉയർന്ന കളക്ഷൻ കാണാൻ സാധിക്കുന്ന നിലവില് 13,50,00,000. എന്തായാലും വലിയൊരു കളക്ഷനിലൂടെ തന്നെയാണ് ഒരു ഹിന്ദി സിനിമ കേരളത്തില് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. SRKന്റെ 2 സിനിമകളാണ് തകർത്തത്. അമീർ ഖാന്റെ ഒരു സിനിമയും പിന്നെ രൺബീർ കപൂറിന്റെ ഒരു സിനിമയും. എന്തായാലും കാത്തിരിക്കാം നമുക്ക് കേരളത്തിലെ റെക്കോർഡ് കളക്ഷൻ ആയിട്ട് നമ്മുടെ ദുരന്തർ സിനിമയുടെ റിവെഞ്ച്. ഇനി നമുക്ക് മറ്റ് സൗത്ത് ഇന്ത്യൻ ടെറിട്ടറീസ് പരിശോധിക്കാം. നമ്മുടെ തെലുങ്കാന, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടകയൊക്കെ. കർണാടക നോക്കുകയാണെങ്കിൽ 85,35,00,000 9 ദിവസത്തെ കളക്ഷൻ. തെലുങ്കാന 47,33,00,000. ആന്ധ്രാപ്രദേശൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ 19,73,00,000. തമിഴ്നാട് 24,90,00,000. കേരളത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 13,50,00,000. അങ്ങനെ ടോട്ടൽ നമ്മുടെ സൗത്ത് സ്റ്റേറ്റിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ഗ്രോസ് കളക്ഷൻ 190 കോടിയുടെ അടുത്ത് കാണുന്നുണ്ട്. എന്തായാലും 200 കോടിയിലോട്ട് പോവുകയാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ. എന്തായാലും നമ്മുടെ ദുരന്തർ സിനിമേന്റെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് ഇന്ത്യൻ നെറ്റ് കളക്ഷൻ ആയിട്ട് എല്ലാ ലാംഗ്വേജസിലും കൂടിയിട്ട് 735 കോടിയാണ് സിനിമ നേടിയെടുത്തത്. ഇനി ഇന്ത്യൻ നെറ്റ് ഹിന്ദി കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 690 കോടിയുടെ അടുത്ത് കളക്ഷൻ കാണുന്നുണ്ട്. ഇനി ഇന്ത്യൻ ഗ്രോസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യന് മാത്രം സിനിമ 869 കോടിയാണ് നേടിയെടുത്തത്. ഓവർസീസിന് ഇന്ത്യയുടെ വെളിയിൽ നിന്ന് മാത്രം സിനിമ 296 കോടിയാണ്. പല രാജ്യങ്ങളിലും പടത്തിന് ബാൻ ഉണ്ട്, എന്നിട്ട് പോലും സിനിമയ്ക്ക് 296 കോടി കാണുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് സിനിമയ്ക്ക് 9 ദിവസം കൊണ്ട് 1,165 കോടി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ദുരന്തർ സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് വരും ദിവസങ്ങളിൽ. എത്ര പേരാണ് സിനിമ കണ്ടത്? സിനിമയുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കാൻ നമുക്ക് ദുരന്തർ ദ റിവെഞ്ച് എന്ന സിനിമയുടെ ഗംഭീരമായ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് വരും ദിവസങ്ങളിൽ.